ഇപ്പൊ മമ്മു ആയാലും ഷമീർ ആയാലും തൊപ്പി ആയാലും അവരെയൊക്കെ നമ്മൾ സിറ്റിക്കകത്ത് കാണുന്ന സമയത്ത് അവർക്കൊരു വ്യൂവർഷിപ്പ് ഉള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ ചെന്നിട്ട് നേരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഗ്നോർ ചെയ്യേണ്ട അവരെ? അല്ല, നിങ്ങൾ നമ്മുടെ അടുത്ത് പറ, നമ്മളെ ഇൻ ഗെയിമിനകത്ത് അവരെന്തെങ്കിലും ഉപദ്രവിച്ചോ? വെളിയിൽ സ്ട്രീമിങ്ങും അവരവരുടെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ബന്ധമില്ല. അകത്ത് വന്ന് പറയുമ്പോൾ അവർ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ബാഡായിട്ട് പറയുന്നതിന് അന്ന് ഞാൻ തന്നെ തിരിച്ചു പറഞ്ഞോളാം, മനസ്സിലായ? അൺടിൽ അതുവരെ ഇപ്പൊ അവൻ ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ മര്യാദക്കല്ലേ സംസാരിക്കണേ. അപ്പൊ നമ്മൾ സംസാരിച്ച് വിടുക അത്രേ ഉള്ളൂ, അല്ലാതെ അവനെ നമ്മൾ അവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ അവൻ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചാൽ തിരിച്ചാ നമ്മുടെ ആർ പി ആയിട്ട് സംസാരിക്കാൻ എനിക്കും അറിയാം, അത് അങ്ങനെ സംസാരിച്ചോളാം. ഈ അൺടിൽ ഇതുവരെ ഇപ്പൊ അവൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളൊന്നും പറയണില്ല, അത്രേ ഉള്ളത്. കഴിഞ്ഞ കേസ് ഞാൻ ഇത് ഒരാളുടെ കേസിലല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ. കഴിഞ്ഞ ദിവസം നമ്മൾ റോക്സൈനായിട്ട് ആർ പി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾ ചാറ്റിൽ ഇതേപോലെ കുറെ പേര് പറയുന്നു, ബ്രോ അവര് വെളിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, പുള്ളിക്കാരി മറ്റേ വേറെന്തെങ്കിലും കോൺട്രവേഴ്സിയിൽ ഉണ്ടോ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സിറ്റിക്കകത്ത് വരുമ്പോൾ നിങ്ങളാണെങ്കിലും നാളെ ഒരു ആർ പി സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ എന്നെ റിയൽ ലൈഫിൽ അറിയാവുന്ന ആൾക്കാരാണ്, ഞാൻ ഇത് നേരെ തിരിച്ചും പറയാം, നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എന്നെ ഭയങ്കര അറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എന്നെ അറിയാം. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയം കാണിക്കൂല, ചിലപ്പോൾ കാണിക്കൂല. ഇപ്പൊ നിങ്ങൾ വേറെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ വരുമ്പോൾ ഒബ്വിയസ്ലി അടിയാവും, മനസ്സിലായി? അത് അങ്ങനെയാ ഇവിടെ. ഈ ആർ പി എന്ന് പറയുന്ന സാധനം, പ്രത്യേകിച്ച് ഗ്യാങ് ആർ പി, എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം ഗൈസ്, എനിക്ക് പരിചയമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും ആർ പിയിൽ വരുന്നതിനോട് ഞാൻ ഭയങ്കര എതിരാ. പ്രത്യേകിച്ച് ഈ വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഗ്യാങ്ങിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഒടുക്കത്തെ പേടിയാ, സത്യം പറയാലോ. എൻഡ് ഓഫ് ദി ഡേ അവരും നമ്മളും എല്ലാം നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടിയും നമുക്ക് വേണ്ടിയേ സംസാരിക്കുകയുള്ളൂ. അതൊരു വലിയ വേഴ്സാവും, വലിയ ഇതാവും. സിറ്റിസൺ ആയിട്ട് കളിക്കണത് പോലെ അല്ല ഇവിടെ ഇതായിട്ട്. ഈ നമ്മളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ടി വിയുടെ ആർ പി കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയത്, എന്നിട്ട് ഇവന്മാരെ കുണം അറിയണമെങ്കിൽ ഇതിനകത്ത് കയറണമെന്ന്. അപ്പം നമ്മുടെ ആർ പി കണ്ടിട്ട് കയറുന്ന ഒരാൾ ഗ്യാങ്ങിൽ കയറിയിട്ട് ആ ഗ്യാങ്ങിന് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത്. അതൊരിക്കലും പറ്റത്തില്ല, മനസ്സിലായോ? അതൊക്കെ അതൊരു വല്ലാത്ത പ്രശ്നമാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഞാൻ രണ്ട് സൈഡും പറയാം. അനുഭവം അനുഭവം അറ്റ് ഇറ്റ്സ് പീക്കാണ് എനിക്ക് ഇതിനകത്തുള്ളത്. എനിക്ക് പേടിയാണ്. എനിക്ക് ഇതിനകത്ത് ഈ ഒരു ഗെയിമിൽ എനിക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ വേറെ ആൾക്കാരും, അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, കാസ്ട്രോ ആയിക്കോട്ടെ, ബ്രാവോ ആയിക്കോട്ടെ, ഇവരുമായിട്ടൊക്കെ എങ്ങനെ പൊക്കോണ്ടിരുന്നായിരുന്നു നമ്മളൊരു സമയം വരെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സിറ്റുവേഷനിൽ അതിൽ നമ്മൾ ഒരിക്കലും കുറ്റം പറയല്ല. ഞാൻ പറയാം, ഡോക്കി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അവൻ ഏറ്റവും വൺ ഓഫ് ദി ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെയിലി വിളിക്കും, അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ ഒരു ഗ്യാപ്പ് കിട്ടി ട്രിപ്പ് പോണ കൂട്ടുകാരായിരുന്നു ഞങ്ങൾ. ഒരു സിംഗിൾ സിറ്റുവേഷനിൽ ഞങ്ങളിപ്പോൾ കണ്ടിട്ട്, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ആ TV സിറ്റുവേഷന് ശേഷം ഞങ്ങൾ 1-2 വട്ടം ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉള്ളൂ, മനസ്സിലായ? അത്രയും വേഴ്സാവും ഇതിനകത്തെ സംസാരം. അത് നിങ്ങൾ രണ്ട് സെൻസിൽ ഞാൻ പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് വെളിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ അകത്ത് വന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് അവരെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണം. അതുപോലെ വെളിയിൽ സൗഹൃദമായിട്ടുള്ളവർ അകത്ത് വന്നാൽ അവരെ ശത്രുക്കളാവാതെ നോക്കുകയും വേണം. ഇത് രണ്ടും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, SRR ആയിട്ട് നമ്മൾ എന്തൊക്കെ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ലൈവിൽ ഇരുന്ന് പറഞ്ഞ് ഇവന്മാരുമായിട്ട് ഞാൻ വീണ്ടും സിറ്റുവേഷൻ എടുക്കും അടിക്കുമെന്ന്. പക്ഷേ സ്റ്റീഫൻ ബ്രോ ഒന്ന് സംസാരിച്ച് കണ്ട, ഞാൻ പുള്ളിയുടെ അടുത്ത് തിരിച്ച് സംസാരിക്കണ. ഞങ്ങൾ റിയൽ ലൈഫിലും ഞാൻ ഇതിനു മുമ്പ് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സത്യം പറയാം ഗൈസ്, ഇതിനൊരു ഡാർക്കർ സൈഡ് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, ഈ ഗെയിമിനൊരു ഡാർക്കർ സൈഡ് ഉണ്ട്. നിങ്ങൾ കളിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അൺടിൽ നിങ്ങൾ ഇത് കളിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് വെളിയിൽ നിന്ന് കാണുന്ന POV മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ്, എൻജോയ് ചെയ്ത